ഇത്രത്തോളം സോഫ്റ്റ് ആണല്ലേ ഈ ഒരു ഐറ്റം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇത് കാണുമ്പോൾ സ്പഞ്ച് കേക്കാന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അല്ല, നമ്മളിന്ന് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് തരിപ്പോളയാണ് കേട്ടോ. ഇത് ശരിക്കും ഏത് നാട്ടിലെ റെസിപ്പിയാണെന്ന് കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ. കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ എന്നും പറയാറുണ്ട്, കോഴിക്കോട്ടുകാരുടെ സ്പെഷ്യൽ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇത് ഉണ്ടാക്കി കാണിച്ചു തരാം. 3 മുട്ടയിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് ഫ്ലഫി ആവുന്നവരെ ബീറ്റ് ചെയ്തെടുക്കുക. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി ഇതുപോലെ വൈറ്റ് കളറിൽ നല്ല ഫ്ലഫി ആയിട്ട് വരണം കേട്ടോ. ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിയും ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ചെറിയ സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് റവയാണ്. വറുത്തത് വറുക്കാത്തത് ഏത് വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ വറുത്ത റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ഇട്ടിട്ട് ചെറിയ സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരുപാട് സമയം ബീറ്റ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ആ ഒരു മുട്ട പതപ്പിച്ചെടുത്തതൊക്കെ താഴ്ന്നു പോവും. പിന്നെ അതിലേക്ക് 1/2 കപ്പ് മൈദയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ മൈദ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ ജസ്റ്റ് അതൊന്ന് മിക്സ് ആകുന്ന രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊരു സോസ് പാനിലാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിലൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒരു സോസ് പാൻ നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ കുക്കറിലും ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ ആ വെയിറ്റ് ഒഴിവാക്കിയതിന് ശേഷം കുക്കറിലും ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അടി പിടിക്കുന്നൊക്കെ പേടിയുണ്ടെങ്കിൽ താഴെ ഒരു പഴയ പാനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ചെയ്യുന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ ഇത് ബേക്കായി വരും കേട്ടോ. സ്ക്യൂർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. പൊട്ടി പിടിക്കുന്നൊന്നുമില്ലെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ചെറിയതായിട്ടൊന്ന് കളർ ചെയ്യുന്നാലും കഴിക്കാൻ ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇത്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. കോണായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം. ഞാനിവിടെ സ്ക്വയർ പീസസ് ആയിട്ടാട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സ്ക്വയർ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കഴിക്കാനും ടേസ്റ്റാണ്. വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് ചായക്കടിക്ക് എന്താണെന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഐറ്റം ഉണ്ടാക്കി കൊടുത്തു നോക്കൂ കേട്ടോ. സൂക്ഷിച്ച് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത്രയും സോഫ്റ്റാണ്. ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ശരിക്കും ഈ ഒരു റെസിപ്പി ഏത് നാട്ടിലെ സ്പെഷ്യലാണെന്നുള്ളത് അറിയുന്നവർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്